ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നവോത്ഥാനം പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ് പാർട്ട് 1 പറഞ്ഞിരുന്നു. അത് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായി പോയി എല്ലാവരും കാണുക. ഇനി മലബാർ കലാപത്തെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏത് കമ്മീഷനാണ്? വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപ റിലേറ്റഡ് ആയിട്ടുള്ള മാപ്പിള കലാപങ്ങളെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ എന്ന് വെച്ചാൽ വില്യം ലോഗൻ കമ്മീഷനാണ്. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം എന്നാണ്? വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം 1925. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് 1921. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. വാല സമുദായ പരിഷ്കരണ സഭ നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? KP കേശവ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥ ആരാണ് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേളപ്പൻ. അടുത്തത് VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി സമുദായമാണ് കേട്ടോ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. നായർ ഭൃത്യ സംഘം സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരു. ആലുവയിൽ അദ്വൈത ആശ്രമം. കേരള ലിംഗൻ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഷൺമുഖദാസൻ ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഷൺമുഖദാസൻ ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചെഴുതിയ കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചെഴുതിയ കൃതി ഏതാണ്? നവമഞ്ജരി കേട്ടോ. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ യാത്ര നയിച്ചത് ആരാണ്? അങ്കമാലി മുതൽ എവിടാണ്? തിരുവനന്തപുരം വരെ ജീവശിഖ യാത്ര നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ജീവശിഖ യാത്ര. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? യോഗക്ഷേമ സഭ. ഷൺമുഖദാസ് എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന് വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇപ്രകാരം രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് കേട്ടോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന് വാഴുന്ന മാതൃകാ സ്ഥാപനമാണെന്ന് രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിച്ചായിരുന്നു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പൻ. എന്നാൽ ജാതിയൊന്ന്, മതമൊന്ന്, കുലം എന്ന് ആഹ്വാനം ചെയ്ത ആരാണ്? ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പാർട്ട് 1 പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അറിയാവുന്നവർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? കുമാരനാശാൻ. ഓക്കെ, SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ. ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? P സനൽമോഹനാണ് കേട്ടോ. ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവ് P സനൽമോഹൻ വിശേഷിപ്പിച്ചു ആരെ? അയ്യങ്കാളിയെ. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ ആരാണ്? ചെമ്പന്തുറ കാളിച്ചോതി കറുപ്പൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏതാണെന്ന്? ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ്. ദൈവദശകമുണ്ട്. പിന്നെ ഏതാണ്? ആത്മവിലാസമുണ്ട്. അപ്പം രചിക്കാത്തത് നിജാനന്ദ വിലാസമാണ്. നിജാനന്ദ വിലാസം. ഓക്കെ, നിജാനന്ദ വിലാസം. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാനുതാപം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേറായി. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം ആരാണ് നടത്തിയത്? വേലുത്തമ്പി ദളവ. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി.
1817 തിരുവിതാംകൂർ പ്രൈമറി വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റ് ആണ്, സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം നടത്തിയത് ആരാ? മഹാറാണി ഗൗരി പാർവതിബായിയാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 1865 പണ്ടാരപ്പാട്ട് വിളംബരം ആയില്യം തിരുനാൾ നടപ്പിലാക്കി കേട്ടോ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചതാരാണ്? റിപ്പീറ്റഡായിട്ട് ചോദിച്ചതാണ്. റാണി ഗൗരി ലക്ഷ്മിബായി. ആധുനിക തിരുവിതാംകൂറിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലമാണ്? സ്വാതി തിരുനാളിൻ്റെ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടോ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം. ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.